സംസ്ഥാന സർക്കാരിന്റെ പോലീസ് നയത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന വ്യക്തിയാണ് റവാഡ ചന്ദ്രശേഖർ എന്ന് സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷ്. നാടിനെക്കുറിച്ചും സാഹചര്യത്തെക്കുറിച്ചും അറിയാതെയാണ് കൂത്തുപറമ്പിൽ റവാഡ ഇടപെട്ടത്. വിവാദമുണ്ടാക്കുന്നതിന് പിന്നിൽ ബോധപൂർവമായ ലക്ഷ്യമുണ്ട്. പി ജയരാജന്റെ പരാമർശം മാധ്യമങ്ങൾ വക്രീകരിച്ചുവെന്നും കെ രാഗേഷ് പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ പോലീസ് നയത്തിന് അനുസൃതമായി നയിക്കാൻ വേണ്ടി കഴിയുന്നത് ആരാണോ അങ്ങനെ ഒരാളെയായിരിക്കും സ്വാഭാവികമായിട്ട് സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തിട്ടുണ്ടാവുക. അപ്പോൾ DGP നിയമനത്തിൽ സംസ്ഥാനത്തിന് പരിമിതമായ അധികാരമാണുള്ളത്, സമ്പൂർണമായ അധികാരമില്ല. അതിനുള്ളിൽ നിന്നുകൊണ്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടി കഴിയുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പോലീസ് നയത്തിന് അനുസൃതമായി പ്രവർത്തിക്കാൻ വേണ്ടി കഴിയുന്ന ഒരാളെയാണ് സ്വാഭാവികമായിട്ട് സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക. കൂടുതൽ വിവരങ്ങളുമായി ഷഫീഖ് നസറുല്ല. ഷഫീഖ്, ഈ കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ആക്ഷേപങ്ങളെയെല്ലാം തള്ളിക്കളയുകയാണോ ജില്ലാ സെക്രട്ടറി? പൂർണ്ണമായും തള്ളിക്കളയുന്ന രൂപത്തിൽ ആണ് വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. കൂത്തുപറമ്പ് വെടിവെപ്പിന് ഉത്തരവാദി എന്ന് പത്മനാഭൻ നായർ അന്വേഷണ കമ്മീഷൻ ബത്തേരിയിലേക്ക് അതിന്റെ പൂർണ്ണ കുറ്റം ചാർത്തിയതിനു ശേഷം പൂർണ്ണമായും പുതിയ DGP ആയി ചുമതലയേറ്റ റവാഡ ചന്ദ്രശേഖർ ആ വിഷയത്തിലില്ല എന്ന് സമർത്ഥിക്കുകയാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി. റവാഡ ചന്ദ്രശേഖർ DGP നിയമനം പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലല്ല എന്ന് പറയുന്നത്. സർക്കാർ നൽകിയ പട്ടികയിൽ നിന്ന് 3 പേരുടെ ചുരുക്കപ്പട്ടിക നൽകി. ആ പട്ടികയിൽ നിന്നുള്ള ആളെയാണ് ഏറ്റവും നന്നായി ഉചിതമായി പോലീസിനെ നയിക്കാൻ കഴിയുന്ന ഒരു ഓഫീസറെയാണ് നിശ്ചയിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ പോലീസ് നയത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന വ്യക്തിയാണ് റവാഡ ചന്ദ്രശേഖർ എന്നും സൂചിപ്പിച്ചു. ആ കൂത്തുപറമ്പ് വെടിവെപ്പുണ്ടായ സമയത്ത് വളരെ പെട്ടെന്ന് വളരെ അടുത്ത ദിവസങ്ങളിൽ മാത്രമാണ് കൂത്തുപറമ്പിലും ACP ആയി കണ്ണൂരിൽ എത്തുന്നത്. നാടിനെക്കുറിച്ചും സാഹചര്യത്തെക്കുറിച്ചും അറിയാതെയാണ് കൂത്തുപറമ്പിൽ ഇടപെട്ടത്. അതുകൊണ്ട് ആ കൂത്തുപറമ്പ് സംഭവത്തിന് ഉത്തരവാദിയാണ് എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ ഒരു വെടിവെപ്പ് പോലുള്ള സംഭവം ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായും ആ പ്രദേശത്തുണ്ടായിരുന്ന അതിന് നേതൃത്വം കൊടുത്ത മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും പാർട്ടിയും പ്രവർത്തകരും ഒക്കെ ആക്ഷേപം ഉന്നയിക്കും. പിന്നീട് ആക്ഷേപത്തിൽ സത്യാവസ്ഥ മനസ്സിലാക്കൽ അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ്. അങ്ങനെ സംസ്ഥാന സർക്കാർ നിയമിച്ച വിഷയത്തിൽ അന്വേഷണ റിപ്പോർട്ട് വന്നു. ആ അന്വേഷണ റിപ്പോർട്ടിൽ റവാഡ ചന്ദ്രശേഖറിന് ക്ലീൻ ചീറ്റാണ് നൽകിയത്. അതിൽ ഉത്തരവാദിയായിരുന്നത് ഹക്കീം ബത്തേരിയും അതോടൊപ്പം തന്നെ അന്നത്തെ ജില്ലാ മജിസ്ട്രേറ്റും ആണ് എന്ന് കെ രാഗേഷ് പറയുകയുണ്ടായി. ഇപ്പോൾ ഇത് വീണ്ടും വിവാദമുണ്ടാക്കുന്നതിന് പിന്നിൽ ബോധപൂർവമായ ലക്ഷ്യമുണ്ട്. ഇടതുപക്ഷത്തെ പ്രതിസന്ധിയിലാക്കുക എന്നതാണ് ഈ വിവാദത്തിന് പിന്നിൽ. കൂത്തുപറമ്പ് സമരത്തെ തുടർന്ന് വലിയ മാറ്റം വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിൽ ഉണ്ടായി എന്നും അവകാശപ്പെട്ടു. കൂത്തുപറമ്പ് സമരത്തെ ആക്ഷേപിക്കാനാണ് ഇപ്പോൾ ഈ അവസരം പ്രതിപക്ഷം ഉപയോഗിക്കുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. DGP നിയമനത്തിൽ പി ജയരാജന്റെ പരാമർശം പാർട്ടി വിരുദ്ധമല്ല, മാധ്യമങ്ങൾ അതിനെ വക്രീകരിക്കുകയാണ് ചെയ്തത്. രാഷ്ട്രീയമായി DGP നിയമനം കുറിച്ച് കഴിയില്ല എന്ന ഷഫീഖ് നസറുദ്ദാണ് വിവരങ്ങൾ നൽകിയത്. റവാഡ ചന്ദ്രശേഖർ കൂത്തുപറമ്പ് വെടിവെപ്പിൽ പങ്കെടുത്തയാളാണ് എന്ന പ്രശ്നത്തെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹത്തോട് വിയോജിപ്പ് രേഖപ്പെടുത്താനില്ല എന്നാണ് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി പറയുന്നത്. അന്നത്തെ സാഹചര്യവും നാടും മനസ്സിലാക്കാത്ത നടത്തിയ ഇടപെടലായിരുന്നു. ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ പോലീസ് നയം ശരിയായി നടപ്പിലാക്കാൻ ശേഷിയുള്ള ആൾ എന്ന നിലയ്ക്കാണ് റവാഡ ചന്ദ്രശേഖരനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്, തെരഞ്ഞെടുത്തതെന്ന് പറയുന്ന രാഗേഷ് ഈ കാര്യത്തിൽ പി ജയരാജൻ നടത്തിയ സ്റ്റേറ്റ്മെന്റിനെ മാധ്യമങ്ങൾ വക്രീകരിച്ചു എന്ന് പറയുക കൂടി ചെയ്യുകയാണ്. ഷഫീഖാണ് വിവരങ്ങൾ നൽകിയത്.